ഹായ്, പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടിയോട് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ 90% പേരുടെയും ലിസ്റ്റിൽ ആദ്യത്തേത് എന്തായാലും മാത്സ് ആയിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തുകൊണ്ട് മാത്സ് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഒരു ഈസി സബ്ജക്റ്റ് ആയിട്ട് മാറിയിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് മാത്സ് ഈസി അല്ല? അതിനുള്ള കാരണങ്ങൾ ഒരുപാടാണ്, നമുക്കത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പേ നമ്മൾ പ്ലസ് ടു പഠിക്കുന്ന ഓരോരുത്തരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പബ്ലിക് എക്സാം ആണ്. പബ്ലിക് എക്സാമിന് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിനു മുമ്പേ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ മറികടക്കേണ്ട ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഓണം എക്സാം 2024. എന്തുകൊണ്ട് ഓണം എക്സാം ഒരു പ്രധാന ചലഞ്ചായി വരുന്നു, അല്ലെങ്കിൽ ഓണം എക്സാം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു? വളരെ സിമ്പിളാണ് ഉത്തരം. നിങ്ങൾ +1 പബ്ലിക് എക്സാം എഴുതിയില്ലേ? +1 പബ്ലിക് എക്സാം എഴുതിയ സമയത്ത് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടേറിയ സബ്ജക്റ്റ്, ശരിയാണല്ലോ? അതേപോലെ തന്നെ പ്ലസ് ടുവിലും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാത്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, മോഡൽ എക്സാം എല്ലാ എക്സാമുകളും കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ എഴുതണം. അതുകൊണ്ട് ഓണം എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് ആദ്യമായിട്ട് പ്ലസ് ടുവിൽ എഴുതാൻ പോകുന്ന എക്സാമാണ് ഓണം എക്സാം. അപ്പോൾ ഓണം എക്സാം കഴിഞ്ഞ വർഷം വരെ ഗവൺമെൻറ് നേരിട്ട് നടത്തിയതല്ല, ടൈം ടേബിൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ സ്കൂളുകളായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുകൊണ്ടിരുന്നത്. അവരും ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചായിരുന്നു വിദ്യാർത്ഥികൾ എക്സാം എഴുതിയിരുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ പാർട്ട് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്നുള്ള കാര്യമാണ് അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണം എക്സാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആദ്യം മുതലുള്ള എക്സാമുകൾ കൃത്യമായിട്ട് എഴുതി തുടങ്ങണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിനെ പറ്റിയൊക്കെ കൃത്യമായ ധാരണ കിട്ടും. കൃത്യമായ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ എക്സാമുകളും വളരെ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ, അതായത് തൊട്ട് മുമ്പത്തെ വർഷത്തെ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഒരുപാട് സ്കൂളുകൾ സ്വന്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഇത്തവണയും എന്തായാലും മാത്തമാറ്റിക്സിലെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, 3rd ചാപ്റ്റർ മെട്രിസസ്, 4th ഡിറ്റർമിനൻസ് ആൻഡ് 5th ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ 5 ചാപ്റ്ററും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ 5 ചാപ്റ്ററിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. കാരണം 5 ചാപ്റ്റർ ആയതുകൊണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ എല്ലാ ചാപ്റ്ററും നിങ്ങൾ കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം. അതിനു മുമ്പേ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു നമ്മുടെ 5 ചാപ്റ്റേഴ്സിൽ നിന്നും മാർക്ക് വന്നത്, ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ടൊന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, അതിൽ നിന്ന് 12 മാർക്കിനായിരുന്നു. ഒരു ആവറേജ് എന്നുള്ള നിലക്കാണ്, ഒരുപാട് ചോദ്യപേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ആവറേജ് മാർക്കാണ്. 12 മാർക്കിനായിരുന്നു റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നത്. ആൻഡ് രണ്ടാമത്തെ ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ നിന്ന് 11 മാർക്കിന്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ 2 ചാപ്റ്റേഴ്സാണ് റിലേഷനും ഇൻവേഴ്സും. ഇൻവേഴ്സ് കുറച്ചുകൂടി ഈസിയാണ് റിലേഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഓരോരുത്തർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. മൂന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ പ്ലസ് ടുവിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ മെട്രിസസ്. മെട്രിസസിൻ്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് 21 ആണ്. 21 മാർക്കിന് നിങ്ങൾക്ക് ഓണം എക്സാമിന് കഴിഞ്ഞ തവണ എന്ത് ചോദിച്ചിരുന്നു? മെട്രിസസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. സോ അതേപോലെ തന്നെ ഡിറ്റർമിനൻസിൻ്റെ വെയിറ്റേജ് 16 മാർക്സ് ആയിരുന്നു. 16 മാർക്ക് എന്നാണ് ഈ ഒരു ചാപ്റ്ററിന് എക്സാമിന് ചോദ്യം ചോദിച്ചത്. ഈ ഒരു 2 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം പബ്ലിക് എക്സാമിന് വരുന്ന സമയത്തും ഈ 2 ചാപ്റ്ററിൻ്റെ ടോട്ടൽ വെയിറ്റേജ് 16 മാർക്കാണ്. ഇതിൽ നിന്നൊരു 9 മാർക്ക്, ഡിറ്റർമിനൻസിൽ നിന്ന് 9 മാർക്കും മെട്രിസസിൽ നിന്ന് 7 മാർക്കിനുമാണ് പബ്ലിക് എക്സാമിനും ചോദ്യം ഉണ്ടാവാറുള്ളത്. അതായത് 9 + 7 16 എന്ന് പറയുമ്പോൾ മോർ ദാൻ 25% ഓഫ് യുവർ 60 മാർക്ക് അല്ലേ? അപ്പോൾ 25% എന്ന് പറയുമ്പോൾ 15-നേക്കാളും കൂടുതലായില്ലേ? അപ്പോൾ 15-നേക്കാളും കൂടുതലാണ് ഈ ഒരു ചാപ്റ്ററിന് പബ്ലിക് എക്സാമിന് ഈ 2 ചാപ്റ്ററോടും കമ്പൈൻ ചെയ്തുകൊണ്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഓണം എക്സാമിന് തന്നെ നിങ്ങൾ ഈ 2 ചാപ്റ്ററും സെറ്റാക്കി പോകണം. റെഡി? ആൻഡ് അടുത്തത് ഈ ഒരു ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, പ്ലസ് ടുവിൽ എന്തുകൊണ്ട് മാത്സ് പലരും ടഫാണെന്ന് പറയുന്നു എന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചാപ്റ്റർ മുതലാണ് തുടങ്ങുന്നത്. കാൽക്കുലസിൽ നമുക്കൊരു 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 5 ചാപ്റ്റേഴ്സ് കണ്ടിന്യൂറ്റി, അതിൻ്റെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, ഇൻ്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ 5 ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്റർ ഇത് മുതൽ ബുദ്ധിമുട്ടായി തുടങ്ങും. ആ ബുദ്ധിമുട്ടാകുന്ന കുട്ടികളാണ് ബാക്കിയുള്ള 4 ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പ്ലസ് ടുവിലെ മാത്സ് പ്രശ്നമാണ് സാറേ എന്ന് പറയാറുള്ളത്. പക്ഷേ അതൊരു പ്രശ്നമേ അല്ല. കാരണം നിങ്ങൾ ഈ ഒരു കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ ബാക്കി എന്നതുപോലെ വരുന്നതാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ പഠിച്ച് കൃത്യമായുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് വളരെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതും സിമ്പിളാണ്. ഇതിന് ശേഷമുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 5 ചാപ്റ്റേഴ്സ്, ഇതിൻ്റെ വെയിറ്റേജ് ഒരു 20 മാർക്സ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന് ആവറേജ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്ക് വെയിറ്റേജ് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യാം.
അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് മെട്രിസസും ഡിറ്റർമിനൻസും. ഇപ്പോൾ ഒരുപാട് സമയമല്ലേ, അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ അങ്ങ് പഠിച്ചു തുടങ്ങാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇനി എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്? ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. ഇതിലാകെ 4 ടോപ്പിക്കേ വരുന്നുള്ളൂ. എന്താണ് റിലേഷൻസ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിലേഷൻസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ്, പിന്നെ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആൻഡ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഓൺ എക്സാമിന് എന്തായാലും ക്വസ്റ്റ്യൻ വരും. ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഒരു റിലേഷൻ തന്നിട്ട് അത് ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സിമ്മട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് ആയ റിലേഷനാണ് ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങളാണ്. ഫംഗ്ഷൻസ് 1-1 ഫംഗ്ഷനും 1-2 ഫംഗ്ഷനും. അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ 1-1 ആണെന്ന് പ്രൂവ് ചെയ്യുക, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ 1-2 ആണെന്ന് പ്രൂവ് ചെയ്യുക, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ പഠിക്കുകയും വേണം. അതിൻ്റെ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ആൻഡ് രണ്ടും കൂടി ആണെങ്കിൽ 1-1 1-2 ആണെങ്കിൽ അതിനെ നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആയിരിക്കും. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. ഈ 4 ടോപ്പിക്കൊന്നും ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ 4 ടോപ്പിക്കും കൃത്യമായിട്ട് പഠിക്കണം. റെഡി? ആൻഡ് അടുത്തത് സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ചെറിയ ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഫസ്റ്റ് പ്രിൻസിപ്പൽ വാല്യൂസ് പ്രോബ്ലംസ്. അതായത് നിങ്ങൾ ഈ കുറച്ച് വാല്യൂസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾ ഡൊമൈൻ റേഞ്ച് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെയും കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഒക്കെ ഡൊമൈൻ റേഞ്ച് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/2, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിൽ നിന്നൊരു ചോദ്യം ഷുവറാണ്. കാരണം ഇതിൽ ചെറിയ കണ്ടന്റ്, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കാനുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റൊന്ന് ഞാൻ ഇത് കാണിച്ചു തരാം. ഇവിടെ ഇതാണ് മെയിനായിട്ട് വരുന്നത്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് -π/2 to π/2. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു പ്രോപ്പർട്ടീസ്, ഇത് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഉണ്ട്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഉണ്ട്. ഈ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിക്കണം. റെഡി? അതേപോലെ തന്നെ ഈ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതാനുള്ളതും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസും, അതും ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതും കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെയൊക്കെ ഒരു ലൈവ് വീഡിയോസ് ഒക്കെ നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആപ്പിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ്. സോ അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക് ഇത്രയാണ്. കുറഞ്ഞ മാർക്കിന് മാത്രമേ ഓൺ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ, 10 or 11 മാർക്ക്. സോ ഇനി അടുത്തത് മെട്രിസസ്. മെട്രിസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. അത് നിങ്ങൾ വെയിറ്റേജ് കണ്ടിട്ടുണ്ട്. 21 മാർക്കിനാണ് ഓണം എക്സാമിന് ഒരു ആവറേജ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഒരു എലമെൻറ്റിൻ്റെ ജനറൽ ഫോം തരും നിങ്ങൾക്ക്. എന്നിട്ടൊരു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. രണ്ടാമത്തത് ഓപ്പറേഷൻ ഓൺ മെട്രിസസ്. അഡീഷൻ വരും, സബ്ട്രാക്ഷൻ വരും, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വരും, മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അടുത്തത് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതാന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ആൻഡ് ട്രാൻസ്പോസ് വെച്ചിട്ടുള്ള സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും. റെഡി? ആൻഡ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്തായാലും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ. ഒരു മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എങ്ങനെ എഴുതും? ഇതാണ് ഇക്വേഷൻ. A = ½ × A + A ട്രാൻസ്പോസ് പ്ലസ് ½ × A - A ട്രാൻസ്പോസ്. ഇതൊരു സിമെട്രിക് മെട്രിക്സ്, ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 21-22 മാർക്കോളം വെയിറ്റേജ് ഓണം എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. റെഡി? ആൻഡ് അടുത്തത് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസിൽ നിങ്ങൾ എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യുക എന്നുള്ളത് പഠിക്കണം. ഓർഡർ 2 വരുന്നതും ഓർഡർ 3 വരുന്നതും. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിളും ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈനും. ഡിറ്റർമിനൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫൈൻഡ് ചെയ്യുക, ഡിറ്റർമിനൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ഇക്വേഷൻ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അടുത്തത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് കൃത്യമായിട്ട് പഠിക്കണം. അത് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചോദ്യം 6 മാർക്കിന് എന്തായാലും ചോദിക്കും. 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത്. 6 മാർക്കിന് എപ്പോഴും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. പബ്ലിക് എക്സാമിന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓൺ എക്സാമിന് പിന്നെ പറയണ്ടല്ലോ, എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിറ്റർമിനൻസ് നിന്ന് പ്രോപ്പറായിട്ട് പഠിച്ചു നോക്കുക. ഇനി അടുത്തത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്ന് ഫസ്റ്റ് സെക്ഷൻ
എന്താ കണ്ടിന്യൂറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എപ്പോൾ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആകുക, ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഡിസ്കണ്ടിന്യൂസ് ആവുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഡെറിവേറ്റീവ്സ് പഠിക്കുന്ന സമയത്ത് എല്ലാ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും, നിങ്ങൾക്ക് എന്തൊക്കെ റിസൾട്ടുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ആ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ എന്തായാലും നിങ്ങളുടെ മൈൻഡിൽ വേണം. ഞാൻ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ മുതൽ ആ കുട്ടികൾ ടഫാണെന്ന് പറഞ്ഞു തുടങ്ങാറുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം അവർക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊന്നും അറിയില്ല. സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ്സ് ഒന്നും അറിയില്ല. അപ്പോൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ 50% പ്രോബ്ലംസും സോൾവ് ആവും. സോ പിന്നെ നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ഡെറിവേറ്റീവ്സ് ഉണ്ട്, പല ടൈപ്പ് നിങ്ങൾ ടെക്സ്റ്റ് കണ്ടിട്ടുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. ലോഗ് വരുന്നുണ്ട്, എക്സ്പോണൻഷ്യൽ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ചെയിൻ റൂൾ വെച്ച് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ എല്ലാം കൃത്യമായിട്ട് പഠിക്കണം, ഒക്കെ ചോദിക്കാറുള്ളതാണ്. ആൻഡ് ഡെറിവേറ്റീവ്സ് ഇൻ പാരാമെട്രിക് ഫോം അത് പഠിക്കണം. അതേപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇത് വലിയ ചാപ്റ്റർ ആട്ടോ. ഞാൻ 4 ഇവിടെ സൈഡ് ഹെഡിങ് ആയിട്ട് എഴുതിയിട്ടുള്ളെങ്കിലും ടോപ്പിക്സ് 4 ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ്, ഒരുപാട് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചെയ്യാനുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 20 മാർക്കോളം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. ടോട്ടൽ നിങ്ങൾക്ക് 80 മാർക്ക് ഉണ്ടാവുക. ബട്ട് 60 മാർക്ക് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഓണം എക്സാമിന് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരുപാട് സമയം ഒരുപാടുണ്ടെന്ന് വിചാരിച്ച് ഉയപ്പി നടക്കേണ്ട കാര്യമല്ല. ഇപ്പോഴേ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് ആദ്യം സിമ്പിളായുള്ള മെട്രിക്സ്, ഡിറ്റർമിനൻസ് പഠിച്ചു തുടങ്ങുക. പിന്നെ ഇൻവേഴ്സ്, റിലേഷനൊക്കെ പഠിക്കുക. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി ഒക്കെ ഒരുപാട് സമയം എടുത്ത് പഠിക്കുക. ഡെയിലി മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, നിർബന്ധമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓണം എക്സാമിന് തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെയും നിങ്ങളുടെ സ്കൂളിലെയും ടോപ്പറായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഓരോ കടമ്പകൾ ഇങ്ങനെ ചാടി കടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും എഡ്യൂബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം. ബൈ.